ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെള്ളരിക്ക കൊണ്ട് നല്ലൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കായയും പച്ചക്കായയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കായ നേന്ത്രക്കായ എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വ്യത്യസ്ത രീതിയിലുള്ള റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് വെള്ളരിക്കേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഞാൻ നേന്ത്രക്കായ ഇത് ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തത്. നമ്മൾ വെള്ളത്തിലാകുമ്പോൾ അതിൻ്റെ കറകളൊക്കെ പോയിക്കോണം കേട്ടോ. അതിനു വേണ്ടിയാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ടെടുത്തത്. വെള്ളരിക്ക പകുതി എടുത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചക്കായില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുങ്ങാനാവശ്യമായ വെള്ളം മതി കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ചിട്ട് ഒരു 3 വിസിലാക്കി എടുക്കാം. പച്ചക്കായയും വെള്ളരിക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളെ വെള്ളരിക്ക കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കരണ്ടി ചട്ടി, ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഉള്ള കറി സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നല്ല ടേസ്റ്റി കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സെർവിങ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.